എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുരുഷനും പെണ്ണും കൊച്ചിനുണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ജനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവികളാകുന്ന രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫാമിലി ഓക്കെ, പക്ഷേ ഇത് എന്താ പറയുക, ഇപ്പോൾ ഒരു ആണിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന് ഗർഭം ഉണ്ടാക്കുക എന്ന് മാത്രം പറയുന്ന ഒരു സംഭവ രീതിയിലാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു അഭിപ്രായമാണത്. എനിക്ക് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല. അത് പൊളിറ്റിക്കലി അങ്ങനെ എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, പക്ഷേ കണ്ടന്റൊക്കെ കൊള്ളാം. പക്ഷെ ഇതൊരു സിനിമയ്ക്കുള്ള കണ്ടന്റ് ഒന്നുമില്ല. കാരണം ധമാക്ക സിനിമയിൽ ഇതിനെക്കുറിച്ച് ഏകദേശം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാലാപാർവതിയുടെ അഭിനയം നന്നായിട്ടുണ്ട്. അർജുൻ അശോകൻ കുഴപ്പമില്ല. ഇത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്നും ഒരു ഫീലൊന്നും ആൾക്കാർക്ക് തോന്നത്തില്ല. ഒരു സീരിയൽ ടൈപ്പ് രീതിയിലായി പോയോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് നന്നായി. ഫസ്റ്റ് ഹാഫേ ഉള്ളൂ, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. പക്ഷേ ഇപ്പം നമ്മളെപ്പോലുള്ള ഒരു 40% ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. പക്ഷേ പുതുതലമുറയെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നല്ല പടമാണ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണ്. അൺബോർഡ് കൺമണി കണ്ടപ്പോൾ ഒന്ന് കല്യാണം കഴിച്ചാലും ആലോചിച്ചു. അതുപോലെ നല്ലൊരു സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക്കാണ്. മാരീഡ് കപ്പിൾസ്, കല്യാണം കഴിച്ചവർക്കും എല്ലാ ഫാമിലിയുടെ എല്ലാവർക്കും റിലേറ്റ് ഒരു ഫാമിലി പടമാണ്. ഇനി എല്ലാവരും അഭിനയം ഉയർന്നാണ്. മാളപർവ്വം തകർക്കുകയാണ്. അടുത്ത കബീർ എന്ന് പറയാം. അമ്മവേസ് അനജിയുണ്ട്. പിന്നെ മറ്റേ അർജുൻ അശോകൻ, പുള്ളിയുടെ ഇപ്പോൾ ബെസ്റ്റ് ടൈം പുള്ളിയിടാം. അടുത്ത ജയറാമേട്ടൻ എന്ന് പറയാം. പിന്നെ മറ്റേ സുക്കൂർ റോൾ ചെയ്ത നവാസ്, മൃദുൽ നായർ ആ ഡയറക്ടർ ആദ്യമായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല മൂവി. ജോണി അന്നിസാർ ആണെങ്കിലും എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മൂവി. ഇത് ലാഗ് ഒട്ടുമില്ല. എന്നാൽ ഒപ്പം തന്നെ നല്ലൊരു സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക്കായിട്ട് ഫിക്സ് ചെയ്യണം. നമ്മുടെ കേരളത്തിലാണ്. പിന്നെ ആൾക്കാരുടെ കുത്തുവർത്താനം ഇതെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഭയങ്കര ഹിറ്റായി. തിയേറ്ററിൽ OTT-ലും ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന പടമാണ്. എന്തായാലും ഡൊമിനിക്കിലേക്ക് കവർ ചെയ്യും. ഇതിൽ ആരും ഒരു കുറ്റം പറയാൻ തോന്നുന്നില്ല. അങ്ങനത്തെ ഫിലിമാണ്. ഞാൻ വളരെ ഇമോഷണലായി. കുറേ നാശം 80s നമ്മൾ ഇങ്ങനത്തെ പടം കണ്ട ഒരുപാട് നാശേഷം കണ്ണുകറിക്കുന്ന സിനിമ കാണാൻ പറ്റും. ഹാർട്ട് ടച്ചിങ് ഫിലിം. നല്ലൊരു ഫാമിലി സബ്ജക്റ്റ്, അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു നല്ലൊരു ചിത്രം. ലിജു തോമസ് എന്ന സംവിധായകൻ്റെ 4ാമത്തെ ചിത്രം തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. അതിൽ അഭിനയിച്ചിരിക്കുന്ന നടീനടന്മാർ, അത് അർജുൻ അശോകൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിലൊന്നായി തന്നെ ഈ ഒരു ചിത്രം മാറും. അതേപോലെ തന്നെ അനഘ നാരായണൻ്റെ ഫാമിലി സബ്ജക്റ്റാണത്. തീർച്ചയായിട്ടും ഓരോ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് നമ്മൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ, ഫാമിലി ആയിട്ട് കുട്ടികളുമൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു സബ്ജക്റ്റ് വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അണിയിച്ചൊരുക്കുന്നുണ്ട്, ലിജു തോമസ് എന്ന സബ്ജക്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ അർജുൻ അശോകൻ്റെയും അനഘ നാരായണൻ്റെയും, അതേപോലെ തന്നെ പിന്നെ മാലാപാർവതി ചേച്ചി, മൃദുൽ നായർ, നവാസ് വള്ളിക്കുന്ന്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും വളരെ മികച്ച അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി സബ്ജക്റ്റ്.